ആഴത്തിൽ ശ്വാസം എടുക്കൂ. നിങ്ങൾ ഇപ്പോൾ കടന്നുപോകുന്നത് ലോകത്തിന്റെ ഹൃദയത്തിലേക്കാണ്, ഭൂമിയുടെ അതിസുന്ദരവും അതിഗംഭീരവുമായ അദ്ഭുതം. ആമസോൺ മഴക്കാട്. മേഘങ്ങൾ മറയ്ക്കുന്ന ആകാശത്തിൻ കീഴിൽ സൂര്യന്റെ കിരണങ്ങൾ മണ്ണിലെത്താൻ പോലും പാടുപെടുന്നിടത്ത് കോടിക്കണക്കിന് ജീവൻകൾ ഒരേ സ്വരത്തിൽ നിശ്വാസം വിടുന്നു. ഇതാണ് ഭൂമിയിലെ ഏറ്റവും വലിയ മഴക്കാട്, ജീവൻ നിറഞ്ഞ പച്ചലോകം. ആമസോൺ മഴക്കാട് അമ്പരപ്പിക്കുന്ന വലുപ്പമുള്ളതാണ്. 5.5 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ, അതായത് ഇന്ത്യയേക്കാൾ വലുത്. ബ്രസീൽ, പെറു, കൊളംബിയ, വെനിസ്വേല, ഇക്വദോർ, ബൊളീവിയ, ഗയാന, സുരിനാം, ഫ്രഞ്ച് ഗയാന 9 രാജ്യങ്ങളിലായി ഇത് പരന്നു കിടക്കുന്നു. ഭൂമിയെ മുകളിലൂടെ നോക്കുമ്പോൾ ഇത് ഒരു പച്ച സമുദ്രം പോലെ തോന്നും, ജീവിച്ചിരിക്കുന്നതുപോലെ താളം കൊടുക്കുന്ന ഒരു ഭീമൻ ശരീരം. ഇത് ഭൂമിയുടെ ശ്വാസകോശം എന്ന് വിളിക്കപ്പെടുന്നത് വെറുതെയല്ല. ലോകത്തിലെ ഏകദേശം 20% ഓക്സിജൻ ഇവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ആമസോണിലെ ഓരോ ഇലയും, ഓരോ വൃക്ഷവും, ഓരോ മഴത്തുള്ളിയും ഭൂമിയിലെ ജീവൻ നിലനിർത്താൻ തങ്ങളുടെ പങ്ക് വഹിക്കുന്നു. ഇവിടെ പെയ്യുന്ന മഴ വെറും കാലാവസ്ഥയല്ല, അത് ഭൂമിയുടെ ജീവചക്രമാണ്. ഈ കാട്ടിൽ ജീവജാലങ്ങളുടെ അദ്ഭുതലോകം തന്നെയാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളിലെയും ഏകദേശം 1/10 ഈ കാട്ടിലാണ് ജീവിക്കുന്നത് എന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. ഇവിടെ 390 ബില്യൺ വൃക്ഷങ്ങൾ, ഏകദേശം 16,000 ഇനങ്ങൾ. വലിയ കാപ്പോഗ് മരങ്ങൾ ആകാശത്തേക്കുയരുന്ന കെട്ടിടങ്ങളെപ്പോലെ, ചില പാമ്പുകൾ വരെ നടക്കുന്നവയാണ്, അതായത് പുതിയ വേരുകൾ വളർത്തി പഴയവ പൊളിച്ച് കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഇനിയും നീങ്ങുന്നു. ഇവിടത്തെ നദി, ആമസോൺ നദി, ലോകത്തിലെ 2ാമത്തെ നീളം കൂടിയതെങ്കിലും ജലപ്രവാഹത്തിൽ 1ാമതെത്തുന്നു. ഇതിന്റെ വീതി ചില സ്ഥലങ്ങളിൽ 11 കിലോമീറ്ററിലധികം. ഓരോ സെക്കൻഡിലും ഈ നദി സമുദ്രത്തിലേക്ക് ഒഴുക്കുന്നത് 83 ഒളിമ്പിക് നീന്തൽക്കുളങ്ങൾ നിറയുന്നത്ര വെള്ളം. അതിന്റെ ആഴങ്ങളിൽ ജീവിക്കുന്നു വിസ്മയങ്ങളായ ജീവികൾ. പിങ്ക് നിറത്തിലുള്ള നദി ഡോൾഫിനുകൾ, ഭീമൻ അനാഗോണ്ടകൾ, അപ്രത്യക്ഷമായ മത്സ്യങ്ങൾ. പക്ഷേ ആമസോണിന്റെ മഹത്വം അതിലെ മനുഷ്യരിലാണ് കൂടി അടങ്ങിയിരിക്കുന്നത്. ഇവിടെയുണ്ട് 400-ലധികം ആദിവാസി ഗോത്രങ്ങൾ, ആയിരക്കണക്കിന് വർഷങ്ങളായി ഈ കാടിനൊപ്പം ജീവിച്ചുവരുന്നവർ. അവർക്കായി ഈ കാട് വെറും വസതിയല്ല, അത് ദൈവം തന്ന ലോകം. ഓരോ വൃക്ഷത്തിനും ആത്മാവുണ്ടെന്ന്, ഓരോ മൃഗത്തിനും കഥയുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. മരങ്ങൾക്കും ഔഷധഗുണമുള്ള സസ്യങ്ങൾക്കും അവർ തന്നെയാണ് ഗുരുക്കൾ, ഇന്ന് ശാസ്ത്രലോകം പഠിച്ചുകൊണ്ടിരിക്കുന്നവർ. ആമസോൺ ലോകത്തിലെ ഏറ്റവും വലിയ ഔഷധശാലയാണ്. ലോകത്തിലെ ആധുനിക മരുന്നുകളുടെ 25% ഈ കാട്ടിലെ സസ്യങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത്. പക്ഷേ ശാസ്ത്രജ്ഞർ ഇതുവരെ പഠിച്ചിട്ടുള്ളത് ഇതിലെ സസ്യങ്ങളിലെ വെറും 1% മാത്രം. ബാക്കി 99%-ൽ എന്ത് അദ്ഭുതമുണ്ടാകും? കാൻസറിന്, ഹൃദ്രോഗങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത മറ്റേതെങ്കിലും രോഗങ്ങൾക്കുള്ള മരുന്നുകൾ അവിടെയുണ്ടായിരിക്കാം. പക്ഷേ ഈ സ്വർഗം ഇപ്പോൾ അപകടത്തിലാണ്. ഓരോ മിനിറ്റിലും ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് വലുപ്പമുള്ള പ്രദേശം മരങ്ങൾ നഷ്ടപ്പെടുന്നു. മരംമുറി, കന്നുകാലി വളർത്തൽ, ഖനനം, തീപിടിത്തം. ഇങ്ങനെ തുടർന്നാൽ ആമസോൺ ഒരു ദിവസം മടങ്ങിപ്പോകാത്ത വഴിയിലേക്ക് പോകുമെന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു. അത് ഉണങ്ങിയ പുൽമേടുകളായി മാറിയാൽ ലോകത്തിന്റെ കാലാവസ്ഥ തന്നെ തകർന്നു പോകും. എങ്കിലും പ്രതീക്ഷ ഉണ്ട്. ലോകമെമ്പാടുമുള്ള മനുഷ്യരും, ആദിവാസി സമൂഹങ്ങളും, പരിസ്ഥിതി പ്രസ്ഥാനങ്ങളും ഒന്നിച്ചാണ് ഈ കാട് രക്ഷിക്കാൻ പോരാടുന്നത്. പുതിയ വൃക്ഷങ്ങൾ നടുന്നു, മൃഗങ്ങളെ സംരക്ഷിക്കുന്നു, ബോധവൽക്കരണം നടത്തുന്നു. കാരണം ആമസോൺ വെറും ബ്രസീലിന്റേതല്ല, അത് മനുഷ്യരാശിയുടേതാണ്. ഭൂമിയുടെ ശ്വാസം, അതിന്റെ ഹൃദയം, അതിന്റെ ഓർമ്മയാണ്. അടുത്ത തവണ നിങ്ങൾ ശ്വാസം എടുക്കുമ്പോൾ ഓർക്കൂ, ആ ശ്വാസത്തിൽ ചെറിയൊരു ഭാഗം എങ്ങോ ആമസോൺ മഴക്കാടിലെ ഒരു വൃക്ഷം തന്നതാണ്. ആമസോൺ നിലനിൽക്കുന്നത് വരെ ഭൂമിയിലെ ജീവനും നിലനിൽക്കും.